ഈശോയിലെ ഏറ്റവും പ്രിയമുള്ളവരെയും ദനഹാകാലം 4-ാം ഞായറാഴ്ചയിലേക്ക് നാം കടക്കുകയാണ്. ഈശോയുടെ ഉദയം, ഈശോയുടെ പ്രത്യക്ഷീകരണം, ഈശോ ആരാണ് എന്ന് വെളിവാക്കുന്നതിനെ ധ്യാനിക്കുന്ന കാലഘട്ടമാണ് ദനഹാകാലം. ഈശോ ആരാണ് എന്ന് ഓരോരുത്തരും അറിയണം. അറിയുക മാത്രമല്ല, അവനെ സ്വീകരിക്കണം. അവൻ നൽകുന്ന ദൈവിക ദാനങ്ങൾ കൈക്കൊണ്ട് അവനെ ആരാധിച്ച് പുതിയ മനുഷ്യരായി തീരണം. അങ്ങനെ ഈശോ ആരാണെന്ന് കണ്ടെത്തി നമ്മളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അഗാധ തലങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ നമ്മെ ക്ഷണിക്കുകയാണ് ഈ ദിവസത്തെ തിരുവചന വായനകൾ. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ സുവിശേഷത്തിൽ ശ്രവിക്കുന്നത്. ഈ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തെ ഒരു മാസ്റ്റർ പീസ് കോമ്പസിഷൻ എന്നാണ്, ഒരു ഉത്കൃഷ്ട രചന എന്നാണ് ബൈബിൾ പണ്ഡിതനായ ജെസ്യൂട്ട് പണ്ഡിതനായ ബ്ലിഹ് പറയുന്നത്. കാരണം യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ആദ്യ അധ്യായങ്ങളിൽ വരുന്ന കാര്യങ്ങളെല്ലാം സമാഹരിച്ച് കൂടുതൽ ഉയർന്ന തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലാണ് ഇതിൻ്റെ രചനാ ശൈലി. നമുക്കറിയാം, 2-ാം അധ്യായത്തിൽ ഈശോ വെള്ളം വീഞ്ഞാക്കി മാറ്റുന്നതിനെക്കുറിച്ച് കാണുന്നുണ്ട്. 3-ാം അധ്യായത്തിൽ ആത്മാവിലും ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം. അങ്ങനെ ജലത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളും മാമോദീസയെക്കുറിച്ചുള്ള പരാമർശത്തിനും ശേഷമാണ് ഈശോയുടെ ശിഷ്യന്മാർ അനേകം പേരെ സ്നാനപ്പെടുത്തുന്നതിനെക്കുറിച്ചും തുടർന്ന് എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ ജീവജലത്തിൻ്റെ അരുവിയിലേക്ക് ഈ സമറായിക്കാരി സ്ത്രീയെ ആനയിക്കുന്നത്. 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നിങ്ങൾ ഈശോ ദേവാലയം ശുദ്ധീകരിച്ചതിന് ശേഷം നിങ്ങൾ ഈ ആലയം തകർക്കുക. അപ്പോൾ യഥാർത്ഥ ആലയം ഈശോ തന്നെയാണ്, ഞാനത് പുനരുദ്ധരിക്കും. അപ്പോൾ യഥാർത്ഥ ദൈവാലയം, യഥാർത്ഥ ആരാധന എന്താണ്, അതും ഈ 4-ാം അധ്യായത്തിൽ സമാഹരിക്കുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞ അധ്യായങ്ങളെല്ലാം സമാഹരിച്ചുകൊണ്ട് പുതിയ ഒരു തലത്തിലേക്ക് വായനക്കാരെ കൊണ്ടുപോവുകയാണ് സുവിശേഷകനായ യോഹന്നാൻ. യോഹന്നാൻ സുവിശേഷകൻ ദാർശനിക സുവിശേഷകനാണ്. ഉന്നതമായ ചിന്തകളിലൂടെ ആണ് അദ്ദേഹം സുവിശേഷം രചിക്കുന്നത്. ഉന്നതമായ ആശയങ്ങളിലേക്ക് തൻ്റെ വായനക്കാരെ കൊണ്ടുവരികയാണ്. ഈശോ യോഹന്നാൻ്റെ ശിഷ്യന്മാരെക്കാൾ അധികം പേരെ സ്നാനപ്പെടുത്തുന്നതെന്നാണ് ഫരിസേയർ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈശോ ആരെയും നേരിട്ട് മാമോദീസ മുക്കിയിരുന്നില്ല. അപ്പം അതിനുശേഷമുള്ള സംഭവങ്ങളാണ് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നിന്ന് സുവിശേഷത്തിൽ കേൾക്കുന്നത്. അവൻ യൂദയ വിട്ട് വീണ്ടും ഗലീലിയയിലേക്ക് പോവുകയാണ്. അതായത് തെക്ക് ഭാഗത്തു നിന്ന് വടക്ക് ഭാഗത്തേക്കുള്ള യാത്രയാണ്. അവന് സമറിയയിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. സമറിയ ഒഴിവാക്കിയാണ് സാധാരണ യാത്രക്കാർ പോയിരുന്നത്. പക്ഷേ ഈശോയ്ക്ക് അതിലേക്കൂടെ കടന്നു പോകേണ്ടിയിരുന്നതിന് കാരണം സമറിയ എന്നുള്ളത് ആ രാജ്യം ഇന്നത്തെ 2-ാമത്തെ വായനയിൽ സമറിയാക്കാരുടെ ഉറവിടം, ഉത്ഭവം എങ്ങനെയാണെന്ന് കാണിക്കുന്നുണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 17-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങളിൽ അസീറിയൻ രാജാവ് ഇസ്രായേൽ പ്രദേശങ്ങൾ കീഴടക്കി ഇസ്രായേൽക്കാരെ പലരെ അടിമകളാക്കുകയും കുറേ പേരെ അവർ അസീറിയക്കാരുമായി സങ്കര രീതിയിൽ ജീവിക്കുന്ന ഒരു സമൂഹം അവിടെ നിർമ്മിക്കുകയുണ്ടായി. സമറിയ ഗ്രാമങ്ങളിൽ അങ്ങനെ ഇസ്രായേൽക്കാർ സമറിയ വിജാതീയ ജനങ്ങളുമായിട്ട് സങ്കരമായി സഹവസിച്ച് ഉണ്ടായ ഒരു ജനതയാണ് സമറിയയിലുള്ള ആളുകൾ. അവർ പഴയ നിയമത്തിലെ ആദ്യ 5 ഗ്രന്ഥങ്ങൾ മാത്രമേ അവർ വിശ്വസിക്കുന്നുള്ളൂ. മാത്രമല്ല, അവർ ജെറുസലേം ദേവാലയത്തിലെ ജെറുസലേമിലെ ആരാധന അംഗീകരിച്ചിരുന്നില്ല. അവർ ഗെറിസീം മലയിൽ ആണ് ആരാധിച്ചിരുന്നത്. അതുകൊണ്ട് യഹൂദർ എപ്പോഴും ഈ സമറിയക്കാരെ ഒരു നീചഗണമായി കണക്കായി സങ്കരവർഗമായി ഭ്രഷ്ട് കൽപ്പിച്ചിരുന്നു. അതുകൊണ്ട് സമറിയയിലൂടെയുള്ള യാത്ര ഒരു യഹൂദൻ എപ്പോഴും ഒഴിവാക്കിയിരുന്നു. പക്ഷേ ഈശോ അങ്ങനെയല്ല, അതിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. പക്ഷികൾക്ക് അതിരുകളില്ല എന്ന് പറയുന്നത് പോലെ ഈശോയ്ക്ക് അനന്തവിഹായസ്, ലോകം മുഴുവനും ആകാശവും ഭൂമിയും സ്വന്തമാക്കിയവൻ എവിടെയും കടന്നു ചെല്ലുവാനുള്ള അധികാരമുണ്ട്. മാത്രമല്ല, എല്ലായിടത്തും അവിടുന്ന് കടന്നു ചെല്ലണമായിരുന്നു. അതുകൊണ്ട് സമറിയ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈശോയ്ക്ക്. കാരണം യഹൂദജനം മാത്രമല്ല, വിജാതി ജനവും എല്ലാവരും രക്ഷ സ്വീകരിക്കേണ്ടവരാണ്. അതുകൊണ്ട് കർത്താവ് അവിടെയും കാലുകുത്തുകയാണ്, അവിടെ അനുഗ്രഹപ്രദമാക്കുകയാണ്. യാക്കോബ് തൻ്റെ മകൻ യൗസേപ്പിന് നൽകിയ വയലിനടുത്തുള്ള പട്ടണമാണിവിടെ. യാക്കോബിൻ്റെ കിണർ അവിടെയാണ്. അപ്പോൾ ഈ കിണറ്റിൻകരയിൽ വെച്ചാണ് പല സംഭവങ്ങളും ഇവിടെ കാണുന്നത്. ഇന്നത്തെ 1-ാമത്തെ വായനയിൽ യാക്കോബിൻ്റെ കിണറിനെക്കുറിച്ചുള്ള സൂചന ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായത്തിൽ യാക്കോബ് ദൈവവുമായുള്ള കണ്ടുമുട്ടലിന് ശേഷം 28-ാം അധ്യായത്തിന് ശേഷം
29-ാം അധ്യായം ലാബാൻ്റെ വീട്ടിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ഒരു കിണറിൻ്റെ കരയിൽ വന്നെത്തുന്നതായിട്ട് കാണുകയാണ്. അവിടെ റാഹേലിനെ കണ്ടുമുട്ടുന്നതും. അപ്പോൾ യാക്കോബിൻ്റെ കിണറെന്ന് പറയുമ്പോഴും 4000 വർഷങ്ങൾ പഴക്കമുള്ള കിണറാണ്. യാക്കോബിന് മുമ്പ് തന്നെയുള്ള കിണറാണ്. അപ്പോൾ ആ കിണറിൻകര വലിയ സമാഗമങ്ങൾക്ക്, വലിയ തീരുമാനങ്ങൾക്ക്, വലിയ പരിവർത്തനങ്ങൾക്ക് വിധേയമാകുന്ന ഒരു വളരെ പൂജ്യമായ ഒന്നായി കണക്കാക്കിയിരുന്നു. ആ കിണർ അവിടെയാണ്. ആ കിണറ്റിൻ കരയിലേക്കാണ് ഈശോ കടന്നു വരുന്നത്. ഇന്നും യാക്കോബിൻ്റെ കിണർ ഇന്ന് വിശുദ്ധ നാട്ടിൽ കാണാൻ സാധിക്കും. നാബ്ലൂസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഗ്രീക്ക് ഓർത്തഡോക്സ് പള്ളിയുടെ അകത്ത് ഈ യാക്കോബിൻ്റെ കിണർ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള വലിയ കിണറല്ല, ചെറിയ വട്ടമുള്ള ഒരു കിണറാണ്. ആ കിണറിന് 150 അടി താഴ്ചയുള്ള കിണറാണ്. ഒരു മഗ് വെള്ളം, കപ്പ് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അത് താഴെ ചെന്ന് വീഴുന്നതിൻ്റെ ശബ്ദം കേൾക്കണമെങ്കിൽ കുറേ സമയമെടുക്കും. അപ്പോൾ വലിയ ആഴമുള്ള കിണറാണ്. കിണറോ ആഴമുള്ളതെന്നും ശമറായ കരിസ്ത പറയുന്നുണ്ടല്ലോ. ആ കിണറ്റിൻ്റെ കരയിൽ കർത്താവ് ഇരുന്നു. കാരണം ഉച്ച സമയം നടന്ന് ക്ഷീണിച്ച് കിണറ്റിന് കരയിലിരിക്കുന്ന ഈശോ. അപ്പോൾ ക്ഷീണിതനായ കർത്താവിൻ്റെ മനുഷ്യത്വത്തെ കാണിക്കുകയാണ്. കർത്താവ് അധ്വാനനിരതനായി യാത്ര ചെയ്ത് നടന്ന് തളർന്ന് അവശനായി ക്ഷീണിതനായി കിണറിൻ്റെ കരയിലിരിക്കുകയാണ്. 6-ാം മണിക്കൂറായിരുന്നു. അപ്പോൾ ഉച്ച സമയമാണ്, 6-ാം മണിക്കൂർ. ആ സമയമാണ് സമറിയാക്കാരി അവിടെ വെള്ളം കോരാൻ വരുന്നത്. ഉടനെ ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ചോദ്യം ഇതാണ്, 4-ാം അധ്യായം 7-ാം വാക്യം, എനിക്ക് കുടിക്കാൻ തരിക. ആ ചോദ്യത്തോടുകൂടിയാണ് ഈശോ അവളെ തൻ്റെ ദൈവിക വ്യക്തിത്വത്തെക്കുറിച്ചും തൻ്റെ പദ്ധതിയെക്കുറിച്ചുമെല്ലാം സൂചിപ്പിക്കുക, അവളെ തന്നിലേക്ക് ആകർഷിക്കുന്ന ആ ചോദ്യത്തോടു കൂടിയാണ്. എനിക്ക് കുടിക്കാൻ തരിക, എനിക്ക് ദാഹിക്കുന്നു. കുരിശിൽ കടന്നുകൊണ്ട് യോഹന്നാൻ 19:28 നമ്മൾ കേൾക്കുന്നുണ്ട്, എനിക്ക് ദാഹിക്കുന്നു. ഈശോയുടെ ദാഹം. ഈശോ യഥാർത്ഥത്തിൽ ശാരീരികമായി ദാഹിച്ചിരുന്നു. അത് മാത്രമല്ല, കർത്താവിൻ്റെ ദാഹം ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹമാണ്. കർത്താവ് ആത്മാക്കൾക്ക് വേണ്ടി ദാഹിക്കുന്നു, ആത്മാക്കളെ രക്ഷിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അത് ഈ സമറിയാക്കാരി സ്ത്രീ, നമുക്കറിയാം അവളുടെ ജീവിത പശ്ചാത്തലം. 6-ാം മണിക്കൂർ ഉച്ച സമയത്ത് വെള്ളം കോരാൻ വരുന്നവൾ സമൂഹത്തിൽ നിന്നും ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട ഒരു സ്ത്രീയാണെന്ന് പിന്നീട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ട വ്യക്തിയല്ല. ഒരു യഹൂദ റബ്ബി ഒരു സമറിയാക്കാരി ഒരു സ്ത്രീയോട് തന്നെ പരസ്യമായിട്ട് ഒറ്റയ്ക്ക് സംസാരിക്കുകയില്ല, പരസ്യ സ്ഥലത്ത് വെച്ച്. അപ്പോൾ ഈ ഒരു സമറിയാക്കാരി സ്ത്രീയോട് സംസാരിക്കുക എന്ന് പറയുന്നത്, അതും ഒരു പാപിനിയായി അറിയപ്പെടുന്ന ഒരു സ്ത്രീയോട് സംസാരിക്കുക, അവരോട് കുടിക്കാൻ ചോദിക്കുക. അപ്പോൾ ദൈവം പാപിയായ മനുഷ്യനിലുമുള്ള നന്മ തികയുകയാണ്. തിന്മ നിറഞ്ഞവരെന്ന് കാണുന്ന എല്ലാ തിന്മയുടെ ആവരണത്തിൽ പൊതിഞ്ഞവരിലെ നന്മ കർത്താവ് കാണുകയാണ്. അവരിലും എന്തോ നന്മയുണ്ട്, അവരെയും ക്ഷണിക്കുകയാണ്. അപ്പോൾ ആരെയും ഉപേക്ഷിക്കാത്ത കർത്താവിൻ്റെ വിശാലമായ രക്ഷാ ദൗത്യമാണ് കാണിക്കുന്നത്. അവളുടെ പാപത്തെക്കുറിച്ചോ അവളുടെ ജീവിതത്തെക്കുറിച്ചോ ഒന്നും ചിന്തിക്കുന്നില്ല. എല്ലാവരുമായും സമ്പർക്കപ്പെടുവാനുള്ള ദൈവത്തിൻ്റെ വലിയ ആഗ്രഹമാണ്. മാത്രമല്ല, രക്ഷ ആരംഭിക്കുന്നത് മനുഷ്യൻ്റെ ആഗ്രഹത്തിൽ നിന്നല്ല, ദൈവമാണ് ആദ്യത്തെ കാൽവെപ്പ് നടത്തുന്നത്. ഈശോ ആ കാൽവെപ്പ് നടത്തുകയാണ്. എനിക്ക് കുടിക്കുവാൻ തരിക. ശിഷ്യന്മാർ സ്ഥലത്തില്ലായിരുന്നു, ഭക്ഷണം വാങ്ങാൻ പോയിരിക്കുകയാണ്. ഉടനെ തന്നെ അവൾ ചോദിക്കുകയാണ്, നീ യഹൂദനായിരിക്കെ സമറിയാക്കാരിയായ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് എന്ത്? കുമാരനാശാൻ്റെ ചണ്ടാല പിശുകയിൽ ബുദ്ധ ശിഷ്യനായ ആനന്ദൻ വെള്ളം ചോദിക്കുമ്പോൾ ചണ്ടാല പിശുകി ചോദിക്കുന്നുണ്ടല്ലോ, നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി ആചമിക്കുമോ ചൊല്ലേരും ആര്യന്മാർ. നീച നാരിയായ നികൃഷ്ടമായിട്ട് കണക്കാക്കിയിരുന്ന ഒരു വ്യക്തി അവളിൽ നിന്ന് എങ്ങനെ വെള്ളം വാങ്ങി കുടിക്കും? ഈശോ ഇവിടെ നോക്കുക, ഇവിടെ കർത്താവ് യഹൂദനായിരിക്കെ സമറിയാക്കാരിയായിട്ട് എങ്ങനെ സംസർഗപ്പെടുവാൻ സാധിക്കും? അങ്ങനെ യഹൂദനും സമറിയാക്കാരും തമ്മിൽ സമ്പർക്കമൊന്നുമില്ലല്ലോ. അങ്ങനെ കർത്താവിൻ്റെ ആ ചോദ്യത്തിന് അവൾ തിരിച്ച് കർത്താവിനെ നിരുത്സാഹപ്പെടുത്തുകയാണ്. വെള്ളം കൊടുക്കുവാൻ തയ്യാറാകുന്നില്ല. അപ്പോഴാണ് ഈശോ പറയുന്നത്, ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്ന ആരാണെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും നിനക്ക് ജീവജലം നൽകുകയും ചെയ്യുമായിരുന്നു. 10-ാം വാക്യം. ജീവജലം എന്ന് പറഞ്ഞാൽ ഒഴുക്കുള്ള ജലമാണ്, ജീവൻ നൽകുന്ന ജലമാണ്, കെട്ടിക്കിടക്കുന്ന മലിനജലമല്ല, ജീവൻ നൽകുന്ന ജലമാണ്. ആ ജലം നിനക്ക് നൽകുമായിരുന്നു.
ഉടനെ സ്ത്രീ ചോദിക്കുകയാണ്, പ്രഭു, അപ്പോൾ ഈശോയെ വെറും യഹൂദൻ എന്ന് വിളിച്ച ആ സ്ത്രീ പടിപടിയായി അവളുടെ കാഴ്ചപ്പാടുകൾ വികസിക്കുന്നത് നമ്മൾ കാണാൻ സാധിക്കും. പടിപടിയായി അവൾ കർത്താവിനെ തിരിച്ചറിയുകയാണ്. പ്രഭു, നിനക്ക് വെള്ളം കോരാൻ പാത്രമില്ല, കിണറോ ആഴമുള്ളതും, നേരത്തെ സൂചിപ്പിച്ചതുപോലെ 150 അടി താഴ്ചയുള്ള കിണറാണ്. പിന്നെ ഈ ജീവജലം എവിടെ നിന്ന് നിനക്ക് കിട്ടും? അപ്പോൾ ജീവജലം എവിടെ നിന്ന് കിട്ടും? ഞങ്ങളുടെ പിതാവായ ഈ കിണർ നൽകിയ യാക്കോബിനേക്കാൾ വലിയവനാണ് നീ. അപ്പോൾ എവിടെ നിന്ന് കിട്ടും? അപ്പോൾ ഈശോ കൊടുക്കുന്ന ജലം ആഴമുള്ള കിണറ്റിൽ നിന്നുള്ള, ഭൂമിയുടെ ഉറവയിൽ നിന്നുള്ള ജലം അല്ല, മറിച്ച് ഇറ്റ് ഇസ് എ വാട്ടർ ഫ്രം ഹെവൻ, സ്വർഗത്തിൽ നിന്നുള്ള ജലമാണ് എന്നാണ് മാർ അപ്രയം സഭാപിതാവായ സുറിയാനി സഭാപിതാവ് മാർ അപ്രയം പറയുന്നത്. ഈശോ നൽകാൻ പോകുന്നത് സ്വർഗീയമായ ജലമാണ്. സ്വർഗീയ അപ്പം നൽകുന്നു, സ്വർഗീയ വചനം നൽകുന്നു, സ്വർഗീയ ജലം കർത്താവ് നൽകുന്നു. എന്നിട്ട് കർത്താവ് പറയുന്നൊരു വാക്യമുണ്ട്, ഈ വെള്ളം കുടിക്കുന്നവൻ വീണ്ടും ദാഹിക്കും. അപ്പോൾ ഈ ലോകത്തിൻ്റെ ജലം, ഈ ലോകത്തിൻ്റെ വെള്ളം, ഈ ലോകത്തിൻ്റെ ഭക്ഷണം എപ്പോഴും നമുക്ക് ദാഹമുണ്ടാക്കുന്നവയാണ്. മാത്രമല്ല ഇത് ഈ ലോകത്തിൻ്റെ ദാഹങ്ങളുടെയും മോഹങ്ങളുടെയും പ്രതീകമാണ്. അതൊരിക്കലും അവസാനിക്കുകയില്ല. ദാഹങ്ങളുടെയും മോഹങ്ങളുടെയും പിന്നാലെ നടന്ന് ആദിദാഹങ്ങളും അത്യാർത്തിയും ദുർമോഹങ്ങളും എല്ലാം അതിലെല്ലാം പെട്ട് മനുഷ്യൻ വീണ്ടും വീണ്ടും അതിലേക്ക് ആഞ്ഞ് പുൽകി അതിൽ വീഴുകയാണ്. അതുകൊണ്ട് പറയുന്നത്, ഈ ജലം കുടിക്കുന്നവന് വീണ്ടും ദാഹിക്കും. അപ്പോൾ ദാഹിക്കുന്നവൻ ഉപ്പുവെള്ളം കുടിച്ചാൽ അവന് വീണ്ടും വീണ്ടും ദാഹമാണ്. ഇതുപോലെയാണ് ലോകം നൽകുന്ന ജലം. അതുകൊണ്ട് കർത്താവ് നൽകുന്ന ആ പരകീയ ജലം, ദൈവികമായ സ്വർഗീയമായ ജലം, അതാണ്. ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയില്ല. അപ്പോൾ ദാഹാർത്തരെ വരുവിൻ, എന്നിൽ നിന്ന് കുടിക്കുവിൻ, യെശയ്യാപ്രവചനം 51:1. യോഹന്നാൻ 7:38-39 ആർക്കെങ്കിലും ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് കർത്താവ് ഒരു വാക്യം കൂടെ കൂട്ടി ചേർത്ത് പറയുന്നുണ്ട്. അത് എന്താണ്? നിത്യജീവനിലേക്ക് ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. അപ്പോൾ ഈശോ നൽകുന്ന ജലം അത് സ്വീകരിക്കുന്നവൻ തന്നെ ഒരു ജലാശയമായി മാറും. അപ്പോൾ ദൈവികമായ ഒരു നിർച്ചരി ഉള്ളിൽ പൊട്ടിപ്പുറപ്പെടും. അതെന്താണ് ഈ ജലം? അത് ഈശോ നൽകുന്ന പരിശുദ്ധാത്മാവാണ്, ഈശോ നൽകുന്ന കൃപയാണ്. മാമോദീസായിലൂടെ ലഭിക്കുന്ന കൃപയെക്കുറിച്ചാണ് ഈശോ സൂചിപ്പിക്കുന്നത്. കർത്താവിൻ്റെ വചനം, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ്, ആ ദൈവികമായ ആ ജലമാണ് നമുക്ക് നൽകുന്നത്. അങ്ങനെ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ ഒഴുക്കുന്ന വ്യക്തികളായി മാറും. വീണ്ടും വീണ്ടും ദാഹിക്കുന്നവരല്ല, പുതുതായി ദാഹം ശമിപ്പിക്കുന്നവരുമായി മാറും. ഉടനെ അവൾ പറയുകയാണ്, ആ ജലം എനിക്ക് തരിക. അപ്പോൾ എനിക്ക് കുടിക്കാൻ തരിക എന്ന് ഈശോ ചോദ്യങ്ങൾ ചോദിച്ചു. പക്ഷേ ഇവൾ പറയുകയാണ്, എനിക്ക് കുടിക്കാൻ തരിക. തിരിച്ച് പറയുകയാണ്, ആ ജലം തരുകയാണ്. എനിക്ക് ദാഹിക്കുകയും വീണ്ടും വെള്ളം കോരാൻ വരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോഴാണ് ഇതിൻ്റെ രണ്ടാം ഭാഗം ആരംഭിക്കുന്നത്. സഭാപിതാവ് മാർ അപ്രയം പറയുന്നുണ്ട്, ഈശോ ആദ്യത്തെ ചോദ്യം ഉപേക്ഷിച്ചു, എനിക്ക് വെള്ളം തരിക. വെള്ളം ചോദിച്ചു, പക്ഷെ വെള്ളം വാങ്ങിച്ച് കുടിക്കുന്നില്ല. ഇതുപോലെ തന്നെ ഈ സ്ത്രീയും അവളും പല കാര്യങ്ങളും ഉപേക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് 28-ാം വാക്യത്തിൽ സ്ത്രീ കുടം അവിടെ വെച്ചു, അവൾ കുടവും ഉപേക്ഷിച്ചു. പിന്നെ ഈശോ നൽകുന്ന ജലത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. ഈ ജലം തരണം എന്ന് അവൾ അപേക്ഷിക്കുമ്പോൾ ഈശോ ഈ അധ്യായത്തിൻ്റെ 2-ാം ഭാഗത്തേക്ക് കടക്കുകയാണ്. നീ ചെന്ന് നിൻ്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക. ഈ സംസാരിക്കുന്നത് സാധാരണ മനുഷ്യനാണെന്ന രീതിയിലാണ് സ്ത്രീ പറയുന്നത്. ഒറ്റയടിക്ക് പറയുന്നത്, എനിക്ക് ഭർത്താവില്ല. തൻ്റെ ജീവിതത്തിന് പെട്ടെന്നൊരു കർട്ടൻ, ഒരു തിരശ്ശീല വീഴിക്കുകയാണ്. ഉടനെ ഈശോ പറയുകയാണ്, നീ പറഞ്ഞത് ശരിയാണ്, നിനക്ക് ഭർത്താവില്ല. കാരണം നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ നിൻ്റെ ഭർത്താവല്ല. ഈ ഒരു വാക്ക് കേട്ടപ്പോൾ ആ സ്ത്രീ ഞെട്ടിത്തിരിഞ്ഞു പോയാണ്. അവൾ ആരാണ്, അവളുടെ ഉള്ളിൽ എന്താണ് എന്ന് കർത്താവ് അറിഞ്ഞു. ഈശോയുടെ മനുഷ്യത്വം അവിടുത്തെ ദാഹത്തിൽ പ്രകടമാണെങ്കിൽ ഈശോയുടെ ദൈവത്വം അവിടുത്തെ അന്തർജ്ഞാനത്തിൽ പ്രകടമായിരിക്കുകയാണ്. ഈശോ അവളെ തിരിച്ചറിഞ്ഞു. അപ്പോൾ ഈശോയുമായുള്ള ഒരു കണ്ടുമുട്ടൽ, ഒരു എൻകൗണ്ടർ നടത്തുന്ന ഒരു വ്യക്തിയിൽ കർത്താവ് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നീ എന്നെ കാണണം, എൻ്റെ വചനം കേൾക്കണം, എന്നിൽ വിശ്വസിക്കണമെങ്കിൽ ചില ഉപാധികളുണ്ട്. നീ മറച്ചു വെച്ചിരിക്കുന്ന നിൻ്റെ ഇരട്ട ജീവിതം, പകൽ കാണുന്ന ഒരു ജീവിതം, അത് മാറി നിൻ്റെ രഹസ്യമായ ജീവിതം, അതെല്ലാം മാറി തുറന്ന ജീവിതം നീ നയിക്കണം
എന്ന് പറയുകയാണ്. നിൻ്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അവളുടെ അവസ്ഥ എന്താണ്? 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, 6ാമത്തവൻ്റെ കൂടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഉണ്ട്, അവൻ നിൻ്റെ ഭർത്താവല്ല. കണ്ടോ അവളുടെ ജീവിതം എന്താണ്? അപ്പോൾ അവന് കുത്തെഴിഞ്ഞ് ജീവിതം നയിച്ച ഒരു സ്ത്രീയാണെന്ന് വ്യക്തമാണ്. അതാണ് അവൾ ഉച്ചയ്ക്ക് ആരുമില്ലാത്ത സമയത്ത് വെള്ളം കോരാൻ വരുന്നത്. ഉടൻ തന്നെ അവളുടെ ജീവിതത്തിന് മാറ്റം വരികയാണ്. നീ പറഞ്ഞത് സത്യമാണ് പ്രഭു, അങ്ങ് ഒരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോൾ പടിപടിയായുള്ള അറിവ് വെളിപ്പെടലാണ്. കുടിക്കാൻ ദാഹിച്ചിരിക്കുന്ന മനുഷ്യനായി കണ്ടെത്തുന്നു. ഒരു യഹൂദൻ തൻ്റെ വർഗശത്രുവായ ഈശോയെ കണ്ടെത്തുന്നു. പ്രഭു എന്ന് കാണുന്നു, ഒരു അറിവുള്ള മനുഷ്യനായിട്ട് കാണുന്നു. പിന്നീട് നീ ഒരു പ്രവാചകനാണ്. ദൈവത്തിൻ്റെ ദൂതന്മാരാണ് പ്രവാചകന്മാർ. ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്നവരാണ് പ്രവാചകൻ. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി. അവൾ തുടർന്ന് സംസാരിക്കുന്നത് എന്താണ്? മറ്റൊരു തലത്തിലേക്ക് അവളുടെ ജീവിതത്തെയും ദർശനത്തെയും ഈശോ ഉയർത്തിയെന്നാണ് സഭാപിതാവായ മാർ അപ്രയം പറയുന്നത്. മറ്റൊരു ലെവലിലേക്ക്, ഡിഗ്രിയിലേക്ക്, മറ്റൊരു തലത്തിലേക്ക്. അതുകൊണ്ടാണ് അവൾ ആരാധനയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. തങ്ങളുടെ ഈശോയെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ദൈവത്തെ കണ്ടെത്തുന്ന മനുഷ്യൻ ആദ്യം ചെയ്യുന്നത് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. ഈശോ മഹത്വപൂർണനായ വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കുകയാണ്. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ, അപ്പോൾ ഗെരസീം മലയിൽ ആണ് അവർ ആരാധിച്ചിരുന്നത്. എന്നാൽ ജെറുസലേമിലാണ് ആരാധനയെന്ന് നിങ്ങൾ പറയുന്നു, യഹൂദന്മാർ പറയുന്നു. ഉടനെ ഈശോ പറയുന്നത് 21-ാം അധ്യായം 4:21, സ്ത്രീയെ നീ എന്നെ വിശ്വസിക്കുക, ഈ മലയിലോ ഓർശലേമിലോ അല്ല നിങ്ങൾ പിതാവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കുന്ന സമയം വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. അപ്പോൾ യോഹന്നാൻ കൂട്ടിച്ചേർക്കുന്നൊരു കാര്യം കൂടിയാണത്. എന്നാൽ രക്ഷ യഹൂദരിൽ നിന്നാണ്. യഥാർത്ഥ ആരാധകർ 23-ാം വാക്യം, ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു, അല്ല അത് ഇപ്പോൾ തന്നെയാണ്. അപ്പോൾ യഥാർത്ഥ ആരാധന എവിടെയാണ്? 2-ാം അധ്യായത്തിൽ ആരാധന ഭവനം യെരുശലേം ദേവാലയം ശുദ്ധീകരിക്കുന്ന ഈശോ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. നിങ്ങൾ ഈ ആലയം തകർക്കുവിൻ, ഞാനിത് പുനരുദ്ധരിക്കുവിൻ. ഈശോയുടെ ശരീരമാകുന്ന ആലയം, അതാണ് യഥാർത്ഥ ആലയം. യഥാർത്ഥ ആരാധന എന്താണ്? ദൈവത്തെ ആത്മാവിലും സത്യത്തിലും, പരിശുദ്ധാത്മാവിൽ ദൈവത്തെ ആരാധിക്കുക. അതാണ് ആത്മാവിൽ, സത്യത്തിൽ ആരാധിക്കുക. സത്യം ഈശോയാണ്. ഈശോയിലും പരിശുദ്ധാത്മാവിലും ദൈവത്തെ ആരാധിക്കുക. സ്ഥലകാലങ്ങൾക്കതീതമായ, സ്ഥലകാലബദ്ധമല്ലാത്ത, അതിനതീതമായ ഒരു ആരാധനയാണ്. അതുകൊണ്ട് ജെറുസലേം ദേവാലയത്തിൽ ആരാധിക്കേണ്ട എന്നല്ല സൂചിപ്പിക്കുന്നത്, മറിച്ച് ആരാധനയുടെ പൊരുൾ, അന്തരാർത്ഥം, ദൈവാരാധനയുടെ അന്തരാർത്ഥം എന്താണ്? മനുഷ്യൻ ദൈവസന്നിധിയിൽ തുറന്ന പുസ്തകമായി മാറുക, ദൈവസന്നിധി അനുതാപത്തോടുകൂടെ നിൽക്കുക, അവൻ ദൈവാത്മാവിനെ സ്വീകരിക്കുക, ദൈവചൈതന്യം നിറഞ്ഞ് അവൻ പിതാവിനെ ഈശോയിൽ ആരാധിക്കുക. അതാണ് യഥാർത്ഥ ആരാധന എന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള ആരാധകരെയാണ് പിതാവ് അന്വേഷിക്കുന്നത്. അപ്പോൾ ഈശോ ആരാധകരെ അന്വേഷിക്കുകയാണ്. പിതാവ് ഈശോയിലൂടെ ആരാധകരെ അന്വേഷിക്കുകയാണ്. ഈ സ്ത്രീയും ഒരു ആരാധകയായി മാറുകയാണ്. ദൈവം ആത്മാവാണ്, അവിടുത്തെ ആരാധിക്കേണ്ടവർ ആത്മാവിലും സത്യത്തിലുമാണ്. 21-ാം 24-ാം വാക്യത്തിലും അവിടുന്ന് ആവർത്തിക്കുകയാണ്. അപ്പോൾ ദൈവാരാധന സംബന്ധിച്ച് ധാരാളം ചർച്ചകളും തർക്കങ്ങളും മതജീവിതങ്ങൾ സംബന്ധിച്ചൊക്കെ ഒരുപാട് പ്രതിസന്ധികളൊക്കെ ലോകത്തിൽ നേരിടുമ്പോൾ യഥാർത്ഥ ആരാധനയുടെ പൊരുൾ എന്താണ് എന്ന് ഈശോ തുറന്നു കാണിക്കുകയാണ്. ഉടനെ ഇവൾ പറയുകയാണ്, മിശിഹ വരുമ്പോൾ, അവൻ വരുമെന്നറിയാം, വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും. അപ്പോൾ ഈശോയെ പ്രതീക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. സമരക്കാരും വിമോചകനായ മിശിഹായെ പ്രതീക്ഷിക്കുകയാണ്. ഉടനെ ഈശോ പറയുന്ന വാക്കുണ്ട്, സ്ത്രീയെ, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. 4:24, ഞാൻ അവനാകുന്നു. എന്ന് പറഞ്ഞാൽ ഞാനാകുന്നു, അവൻ തന്നെ ആകുന്നു. ദൈവം തന്നെ വെളിപ്പെടുത്തുന്നത് ഞാൻ ആകുന്നവനാണ്. അപ്പോൾ ഈശോ മിശിഹായാണ്, ദൈവപുത്രനാണ് എന്ന് വ്യക്തമാക്കുകയാണ്. അങ്ങനെ ഈശോയുടെ ആ മഹത്വം അവളുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അവൾ ഉന്നത തലങ്ങളിലേക്ക് ഉയർന്നു എന്നുള്ളതാണ്. നമ്മുടെ വിശ്വാസവും ഉന്നത തലങ്ങളിലേക്ക് ഉയരണം. ഇന്നത്തെ ലേഖനം, ഹെബ്രായ ലേഖനം 6-ാം അധ്യായം 1 മുതൽ, നിങ്ങൾ ക്രിസ്തുവചനത്തിൻ്റെ പ്രാഥമിക പാഠങ്ങൾ പിന്നിട്ട് പക്വതയിലേക്ക് വളരണം. നിർജീവ പ്രവർത്തികളിൽ നിന്നുള്ള തിരിച്ചുവരവ്, അത് ഒന്നാമത്തെ കാര്യം. നിർജീവ പ്രവർത്തികൾ, തിന്മ നിറഞ്ഞ ജീവിതം, അതിന് തിരിച്ചു വരണം.
ദൈവത്തിലുള്ള വിശ്വാസവും ജ്ഞാനസ്നാനത്തെ സംബന്ധിച്ചുള്ള പ്രബോധനവും കൈവപ്പും മരിച്ചവരുടെ ഉയർപ്പും നിത്യവിധി, അങ്ങനെ 5 കാര്യങ്ങളാണ്. ഇവയ്ക്ക് വീണ്ടും അടിസ്ഥാനം നൽകേണ്ട, പക്ഷേ നിങ്ങൾ നൽകേണ്ടതില്ല. പക്ഷെ നിങ്ങൾ കൂടുതൽ വചനത്തിൻ്റെ പ്രാഥമിക പാഠങ്ങൾ വിട്ട് കൂടുതൽ ഖരഭക്ഷണം കഴിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണമെന്ന് പൗലോസ് പറയുന്നത് പോലെ ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൻ്റെ പങ്കുകാരാകുകയും വചനത്തിൻ്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിൻ്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്യുന്നവർ വീണ്ടും വീണുപോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ്. ഹെബ്രായ ലേഖനം 6:4-5-6. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആ സത്യങ്ങൾ മനസ്സിലാക്കി സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിഞ്ഞ് പ്രകാശം സ്വീകരിച്ച് ദൈവികരായി ജീവിക്കുവാൻ ദൈവം ഈ വചനങ്ങൾ നമ്മൾ ആഹ്വാനം ചെയ്യുകയാണ്. ഈ സമറായ സ്ത്രീയുടെ വിശ്വാസം തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ കാണാൻ സാധിക്കും. അവൾ 28-ാം വാക്യം, കുടം അവിടെ ഉപേക്ഷിച്ചു. ഈശോ ആദ്യത്തെ ചോദ്യം ഉപേക്ഷിച്ചു, അവൾ കുടവും ഉപേക്ഷിച്ചു എന്ന് സെൻ്റ് എഫ്രേം പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെയാണ്. അതിനുശേഷം അവൾ തൻ്റെ ഗ്രാമത്തിലേക്ക് ചെല്ലുകയാണ്. ഗ്രാമത്തിലേക്ക് ചെന്ന് ആ ഗ്രാമം മുഴുവനും വിശ്വസിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. 4-ാം അധ്യായം അവസാനിക്കുമ്പോൾ അങ്ങനെയാണ്. 4:42. ഇനിമേൽ ആ സ്ത്രീയോട് അവർ പറയുകയാണ്, ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിൻ്റെ വാക്കുമൂലമല്ല, കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകനെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ സമറായക്കാർ ഈശോയിൽ വിശ്വസിക്കുന്നു. സമറായ ജനം കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു ജനമായി മാറി. വിജാതീയരായ അല്ലെങ്കിൽ സങ്കരവർഗക്കാരായ ജനങ്ങൾ കർത്താവിൻ്റെ സ്വന്തമായി മാറുകയാണ്. അങ്ങനെ ഈശോയെ പടിപടിയായി വെളിപ്പെടുത്തുകയാണ് ഈശോ. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഈശോയെ പടിപടിയായി മനസ്സിലാക്കി ഈശോയുടെ ജീവജലം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് അതിൽ നിറഞ്ഞ് ദൈവികരായി മാറി മിശിഹായെ ആരാധിക്കുവാൻ നമുക്ക് സാധിക്കണം. വിശുദ്ധ അപ്രയം പിതാവ് പറയുന്ന ഒരു വാചകം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതാണ്, അങ്ങനെയാണ്: ദാഹിക്കുന്ന ഒരുവനായി കണ്ട് അവനെ അവൾ നിർബന്ധിച്ചു. ദാഹിക്കുന്നവനായി കാണുകയാണ്, അവനോട് ചോദ്യങ്ങൾ ചോദിക്കുക, അവനെ പ്രേരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അവനെ കുടിക്കാൻ ചോദിക്കുമ്പോഴുള്ള ആ കാര്യങ്ങളാണ്. യഹൂദ എന്ന നിലയിൽ അവനെ അവൾ പിന്തിരിപ്പിച്ചു. അപ്പോൾ യഹൂദർക്ക് സമ്പർക്കമൊന്നുമില്ലല്ലോ. അറിവ് നൽകുന്നതിന് എന്ന നിലയിൽ അവനോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. പ്രവാചകൻ എന്ന നിലയിൽ ഈശോ അവളെ ശാസിച്ചു. ഒടുവിൽ മിശിഹ എന്ന നിലയിൽ അവൾ ഈശോയെ ആരാധിച്ചു. അപ്പോൾ ഈശോയെ തിരിച്ചറിഞ്ഞ് ഈശോയെ ആരാധിക്കുവാൻ, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ, അങ്ങനെ സ്വർഗീയ പിതാവ് അന്വേഷിക്കുന്ന യഥാർത്ഥ ആരാധനയുടെ ജീവിതം നയിക്കുവാൻ ഈ ദനഹാകാലത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.